നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല. മുസ്ലിമീങ്ങളുടെ നവോത്ഥാന സംഘടന അത് സമസ്ത കേരളത്തിൽ നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല. നവോത്ഥാനം എന്നത് മുസ്ലിമീങ്ങളെന്നാണ് നിർവചിക്കപ്പെടേണ്ടത്. പുത്തനാശയത്തെ സമർപ്പിക്കലല്ല നവോത്ഥാനം. പരമ്പരാഗതമായ പൈതൃകപരമായ ആശയങ്ങളെ അന്വർത്ഥമാക്കി അതിനെ സ്വീകരിച്ച് ആ അടിസ്ഥാന വിശ്വാസങ്ങളിൽ മായം ചേർക്കാതെ സമൂഹത്തിന്റെ പുരോഗതി വലിയ സമയം അടിസ്ഥാനങ്ങളിൽ വലിയതിനെയും സമപ്പെടും. ആ പ്രത്യോദ്ധാനത്തിന്റെ മറയിൽ നടാന അതുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നദവത്തുൽ മുജാഹിദിന് സംഘടനാപരമായി വലിയ പിളർപ്പുകളെ അഭിമുഖീകരിക്കുന്നത് 3 ഭാഗങ്ങളോളം പോകുന്നുവെങ്കിൽ മൂന്നാമത്തെ ഗ്രൂപ്പ് രൂപപ്പെടാൻ പോകുന്നത് പ്രേതഭൂതാദികളിൽ വിശ്വാസമർപ്പിക്കുന്നതിൽ അവരുടെ മാതൃസംഘടനകൾക്ക് വൈകല്യം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രേതബാധിത മിക്കപ്രസംഖ്യൽ രൂപാൻ ശ്രമിക്കുകയാണ്. അന്ധമായ ചില വിശ്വാസങ്ങളിലൂടെ കടന്നുപോകുന്നവർ, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല. 2 പിളരുകയും 3 പിളരാൻ വെന്തൽ കൊള്ളുകയും ചെയ്യുന്ന നദവത്തുകാർക്ക് 100 ആണ്ടിന്റെ അപ്പുറത്ത് ജീവിച്ച മഹാനായ സനാഉള്ള മക്തി തങ്ങളുടെ ജീവിതത്തെ വികലമാക്കി അദ്ദേഹം ഒരു വഹാബി പ്രചാരകനായിരുന്നു എന്ന് തോന്നിത്തക്ക രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അവകാശവാദം നടത്താൻ ശ്രമിക്കുന്ന ഒരു സംഘടന നദവത്തുകാർ എന്ന് ആശയപാപരത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വ്യക്തമായ ചിത്രം. 8 പതിറ്റാണ്ട് പിന്നിട്ട സമസ്തക്ക് തീർത്ത് പറയാൻ സാധിക്കും. നദവത്തുൽ മുജാഹിദീന് അവകാശപ്പെടാൻ സാധിക്കുന്നത് 1 നൂറ്റാണ്ടാണെങ്കിൽ ആ 1 നൂറ്റാണ്ടിന്റെ ഇടയിൽ 500 മദ്രസ പോലും 2 സംഘടനക്കും തികക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. നൂറ്റാണ്ട് എതിർ പാരമ്പര്യം നിർത്തിക്കൊണ്ട് അവകാശപ്പെടുന്ന നദവത്തുകാർക്ക് എന്ത് അവകാശവാദമാണ് കേരള മുസ്ലിങ്ങളിൽ ചെലുത്താൻ സാധിച്ചത്? അങ്കുല പരിമിതമായ പള്ളികളും മദ്രസകളും വെച്ചുകൊണ്ട് ആഗോള സലഫിസത്തിന്റെ ആശയമാണ് ഞങ്ങളിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ലോക വഹാബിസത്തിന്റെ സംഭാവനകൾ സ്വീകരിച്ച് ഈജിപ്തിയൻ ഇഖ്വാനുൽ മുസ്ലിമിന്റെ ആശയത്തെ അണ്ണാക്ക് തൊഴാതെ വിഴുങ്ങി ഇഖ്വാൻ മുസ്ലിമിന്റെ പ്രചാരകരായി ആഗോളതലത്തിൽ അറിയപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് തീവ്രവാദത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് അവരുടെ ചാപല്യം മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആശയ ദാരിദ്ര്യം അനുഭവപ്പെടുന്ന നദവത്തുൽ മുജാഹിദീനുകൾ, ആ 3 സംഘടനകൾ അല്ലെങ്കിൽ 2 സംഘടനകൾ ആശയ പാപ്പരത്വത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആഗോളതലത്തിൽ ഇന്ത്യയിൽ വ്യാപകമായിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും പ്രയോക്താക്കളാക്കി മാറ്റപ്പെടുമ്പോൾ അത് ശിർക്കിന്റെ പ്രചാരകരായി മാറപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ മുഖ്യധാര കൊണ്ട് അടക്കി മാറ്റാനും വിദ്യാഭ്യാസപരമായ പുരോഗമന പ്രവർത്തനത്തിൽ കൊണ്ട് പിറകോട്ട് നയിക്കാനും
സയ്യിദ് ഖുത്ബിന്റെയും ഹസൻ ബന്നയുടെയും ചിന്താഗതികൾ ശരിയല്ല, ആ ചിന്താഗതികൾ അപകടം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് ഈജിപ്തിൽ ചെന്നുകൊണ്ടാണ് ഇഖ്വാനുൽ മുസ്ലിമോനെ തള്ളാൻ ഇഖ്വാനുൽ മുസ്ലിമിന്റെ ആളുകളോട്, മുസ്ലിം ബ്രദർഹുഡിന്റെ ആളുകളോട് മതരാഷ്ട്രവാദം ത്യജിക്കണം, നിങ്ങൾ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഇസ്ലാമിക കാഴ്ചപ്പാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു സതുപദേശം നടത്തുകയും അന്നഹ്ലയുടെ ഭരണഘടന അങ്ങനെ അന്നഹലയെയും മുല്ലപ്പൊഴി പ്ലവത്തെയും അറബ് വസന്തത്തെയും ഞങ്ങളുടെ നിലപാടുകളുടെ ആഗോളത്തിന്റെ ശരിവപ്പാണ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിസത്തിന്റെ വാദങ്ങളെ മുഴുവനും തകിടമറിക്കപ്പെട്ട അന്നഹല സംഘടനകളുടെ നിലപാടുകളെ അംഗീകരിക്കുമ്പോൾ ജമാഅത്ത് ആശയപരമായ ദാരിദ്ര്യം അനുഭവിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ വ്യക്തമായ കാഴ്ചപ്പാട്. പ്രവാചകൻ മുഹമ്മദ് നബി അല്ലാതെ കാന്തപുര ഉസ്താദാണ്. നബി സല്ലല്ലാഹു മുഹമ്മദ് നബി പ്രവാചകൻ തന്നെയാ, ഞാൻ സമ്മതിക്കുന്നു. മുഹമ്മദ് നബി പ്രവാചകൻ തന്നെയാ. പക്ഷെ മുഹമ്മദ് നബി അന്ത്യപ്രവാചകനല്ല, അതിനുശേഷം വേറെ നബി വന്നിട്ടുണ്ട്, അന്ത്യപ്രവാചകൻ കാന്തപുര ഉസ്താദാണ്. അത് പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടാണ് സദസ്സ് അത് അംഗീകരിച്ചത്. പറഞ്ഞ MLA ആളുകൾ അവരാണല്ലോ എല്ലാ സദസ്സിലും ബിരിയാണിയുടെ വാടക ചെമ്പ് കൊണ്ടുപോകുന്ന പോലെ നാട് മുഴുവനും എഴുന്നള്ളിപ്പിച്ചതും ഈ ഒരൊറ്റ കുട്ടിയെ തന്നെയാണ്. അവരെല്ലാ സ്ഥലത്തും പറഞ്ഞതാണ് കാന്തപുരം കേട്ടാ തക്ബീറിലിക്കോ. അപ്പൊ കാന്തപുരം അന്ത്യപ്രവാചകന അല്ലാഹു ഈ രൂപത്തിലല്ലേ വിശദീകരിച്ചു കൊണ്ടുപോയത്. അപ്പൊ ഇവിടെ ഇതൊക്കെ അംഗീകരിക്കണം എന്നാണോ പറയുന്നത്? ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കണമെന്നാണോ പറയുന്നത്? ചില ആളുകൾക്ക് തോന്നുന്നു ഇയാളൊന്ന് ഉഷാറാക്കാമെന്ന്. ആക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇവരുടെ യാത്ര സമാപിച്ച സമയത്ത് ചന്ദ്രശേഖർ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ആര്യാടൻ ഞെട്ടിപ്പോയി. ഞങ്ങൾക്ക് ആര്യാടനോട് വ്യക്തിപരമായി കൊണ്ട് വിരോധമൊന്നുമില്ല. ആര്യാട മുഹമ്മദ് സാഹിബ് പറയുന്നു, ഞാൻ ആര്യാട മുഹമ്മദാണ്. പേരയാൾക്ക് ഉമ്മ വിട്ടുകൊടുത്തു, അല്ലെ വാപ്പിട്ട് കൊടുത്തു, ഞങ്ങൾക്കതിൽ പരാതിയില്ല. പക്ഷെ ആര്യാട മുഹമ്മദ് കാന്തപുരത്തിന്റെ സ്തുതി പാഠകനാണ്. എന്താ അദ്ദേഹം പ്രസംഗിച്ചത്? അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നവരെ ഇത്രയും വലിയ ജനങ്ങളെ കണ്ടിട്ടില്ല. അത്രമാത്രം വലിയ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പഠിച്ച എല്ലാവർക്കും അറിയാം. ചന്ദ്രശേഖരൻ ഗ്രൗണ്ടിൽ നിസ്കാരത്തിന് സഫ് കിട്ടിയ പോലെയാണ് 3 മണിയോടുകൂടി ഇവരുടെ ചില ആളുകൾ ആദ്യം തന്നെ ഗ്രൗണ്ടിൽ ഇറക്കിയത്. ഗ്രൗണ്ടിന് മാർക്കിട്ട് ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഒരാൾ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മുസല്ല ഇട്ടാൽ ഒരു സ്ഥലത്ത് എത്ര ആൾ കൊള്ളുമോ അതൊക്കെ ഒഴിവാക്കി ഓരോ മുസല്ലക്ക് ഓരോ ആള് അങ്ങനെ നിർത്തി ഗ്രൗണ്ട് ആദ്യം ഫുള്ളാക്കി. പിന്നെ ഗാലറി നിറച്ചതാ. ആകെ കൂടി അവിടെ കൊള്ളാവുന്നവർ 75,000-ലധികം ആളെ കൊള്ളില്ല എന്ന കണക്ക് സൂചിപ്പിക്കുന്നത്. ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നവർക്കൊക്കെ അറിയാലോ. അതേ സംബന്ധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കേരള സ്റ്റേറ്റിന്റെ പ്രസിഡന്റായ രമേശ് ചെന്നിത്തല ഈ വിനീതനോട് പറഞ്ഞത്. നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCCയുടെ ഓഫീസിൽ അദ്ദേഹവുമായി കൊണ്ടൊരു 10-15 മിനിറ്റ് നേരെ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങളും അവരും ഒരിക്കലും സമമാണ് എന്ന് ഒരിക്കലും കോൺഗ്രസ് വിശ്വസിക്കില്ല. ഇന്നലെ സമ്മേളനത്തിൽ കണ്ട ആളെ കണ്ട് ഞങ്ങൾ ആരും ഞെട്ടിയില്ല. എന്താ കാരണം?
എന്നാൽ 2 മാസം മുമ്പല്ലേ നിങ്ങൾ മലപ്പുറത്തൊരു സ്ഥലത്ത് 65 ഏക്കറിൽ സമ്മേളനം നടത്തിയത് ഒരിക്കൽ പോലും കൊള്ളാൻ സാധിക്കാതെ മുഴുവൻ ബ്ലോക്കായത്? ഒരു മുട്ടുസൂചി വീണ നിലത്തെത്താത്ത രൂപത്തിൽ മനുഷ്യരെ തട്ടി നിൽക്കും, അത്രമാത്രം ജനനിബിഡമല്ലേ? 65 ഏക്കറിൽ സമ്മേളനം നടത്തി ആളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരും 4 ഏക്കറിൽ ആളുകൾ വിഭജിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ആളെ നിറച്ചുകൊണ്ട് കാണിച്ചു നടന്ന ആളുകൾ സമമല്ല എന്ന് ഞങ്ങൾക്കറിയാമെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷെ അയാളുടെ അനുയായിയായ ഈ മനുഷ്യൻ അറിയില്ല. ആര്യാടൻ പറഞ്ഞു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനങ്ങളാണ്. ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ ഇന്നവരെ ഇത്രമാത്രം ജനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അയാൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. കുളത്തിലെ തവളക്ക് കുളമല്ലാതെ ലോകമുണ്ടെന്നറിയില്ല. അതുകൊണ്ടൊരു പക്ഷെ ആര്യാട മുഹമ്മദ് ഇത് കണ്ടിട്ടായിരിക്കാം അത്ഭുതസ്തബ്ധനായത്. സമ്മേളന സമസ്തങ്ങൾക്ക് വെല്ലുവിളി വസ്തുതകൾക്കും വരുത്താൻ മാത്രം തനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന സമസ്തക്ക് ബോധ്യപ്പെടുന്ന കാലത്തും അന്ന് സമസ്ത വിളിച്ചു ആര്യാടനെ. അന്ന് വന്നേക്കണം സമസ്തയുടെ സമ്മേളനം കാണാൻ. 2 ആളുകളുടെ തുണയോടുകൂടി മോഹാലിസപ്പെട്ട് വീണ് പോവാതെ ഇത് കാന്തപുരം മുസ്താദ് തീരുമാനിച്ചത് അന്ന് മഴ പെയ്യണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു തീരുമാനിച്ചത് മഴ രണ്ടാണ്, പുകഴ്ത്തലാണ്. അതുകൊണ്ട് മുഖം തോന്നുന്നു ഞാൻ ആളെ തിരക്കിടില്ല. ആ രൂപത്തിൽ വ്യക്തിപൂജ നടത്താൻ വേണ്ടി ആളുകൾ കൊണ്ടു നടക്കുന്നു. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, അന്ന് പറഞ്ഞ വാക്കിൽ ആര്യാടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആത്മീയ നേതാവ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരാണ്. ആ കസേര അവകാശപ്പെടാൻ ആരും വരണ്ടാണ്. ആരും മാജലാകും. മന്ത്രിസ്ഥാനം ഒരു പാർട്ടിക്ക് അധികം കിട്ടിയപ്പോൾ ആര്യാടൻ നേടിയ മന്ത്രിസ്ഥാനം ഒഴിവാക്കിക്കൊണ്ടാണ് അതനുസരിച്ച് പറയണ്ടേ. സാമുദായിക എനിക്ക് വേണ്ട പള്ളി പോകുന്ന റമളാനിനെ ബഹുമാനിക്കുന്ന അല്ലാഹു തആല ഉണ്ടെന്ന് പരസ്യമായി പറയാൻ കാണിക്കുന്ന ഏതെങ്കിലും മുസ്ലിം എംഎൽഎമാർ കോൺഗ്രസിലുണ്ടല്ലോ, അവർ സാധ്യം കൊടുക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ഔദാര്യം അല്ലാതെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് കൊടുത്ത പോലെ കൊടുക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് തമ്മിച്ചാൽ മതിയെന്ന് പറഞ്ഞത് മുൻപന്റെ ആയിരം മതേതരത്തിന്റെ പ്രചാരകനായിക്കൊണ്ട് നടക്കുകയും സമുദായത്തിന്റെ ആനുകൂല്യം പറ്റുകയും കിട്ടാമെന്ന് സ്റ്റേജ് മുഴുവനും സെക്യൂരിറ്റിയെ പ്രസംഗിക്കുകയും നടക്കുന്നത് കപടവാദമാണ് എന്ന് വിമർശിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. സമുദായത്തിന്റെ പേര് സമ്മാനിക്കുമ്പോൾ സമുദായത്തോട് ഇച്ചിരി കൂട് കാണിക്കണം. സമുദായത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കണം. നാവ് പൊങ്ങാൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു നാളെ മുതൽ പ്രസംഗത്തിൽ ഇസ്ലാമിക ശരീരത്തിനോ ഇസ്ലാമിന്റെ അടയാളങ്ങൾക്കോ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾക്കോ ഒരക്ഷരം പറയാൻ നീന്തല നാളെ ചോദിക്കാത്ത ആളന്മാരെ മുസ്ലിം
അഞ്ചാമത്തെ മന്ത്രിസ്ഥാനം ഒരു പാർട്ടിക്ക് കൊടുക്കുമ്പോഴേക്കും അത് സാമുദായിക അസന്തുലിതാവസ്ഥ ഉണ്ടാകുമെന്ന് പറയുമ്പോ നമുക്ക് പരാതിയില്ല. പക്ഷേ നാറിയ പേറിയാൽ പേറിയവരെ നാറുമെന്ന് ആരെയാണെന്ന് മനസ്സിലാക്കണം. രണ്ടും ബോബനും മോളും രണ്ടും രണ്ടുപേർക്കുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. േണ്ടത് സ്വന്തം ജീവിതത്തിൽ മാനവികത കാണിച്ചു കൊടുത്തുകൊണ്ടാണല്ലോ കേരളീയ സമുദായത്തിൽ ശ്രീമാറ്റം വിലയുടെ ഒരു നാള് അദ്ദേഹം തന്നെ മുസ്ലിങ്ങളുണ്ടെങ്കിൽ പോലും ഹാജി ഒരിക്കൽ പാണക്കാട് വന്ന സമയത്താണ് നെടുമക്കൽ മുജാഹിദിന്റെ നാളെ നാളാണ് നാളെ മാറണം യാത്രയുടെ പാണക്കളിൽ നാളെ പറയുന്നു, ഹിലാൽ കമ്മിറ്റി പറയുന്നു നാളെ നോമ്പാപ്പല്ല. അങ്ങനെ ഒരു കംസമുണ്ട സന്ദർഭത്തിൽ
നെഞ്ചിൽ പ്രഭ ചിന്തിടും ഏവരിലും ഒളിവേകി തിളങ്ങിടും മനസ്സിൽ തിളങ്ങി വിളങ്ങും മാലിക് നീതിയിൽ നന്മ പരത്തിയ അഭിവന്യ ഗുരുമല അറിവിന്റെ നിറമല അഹദിന്റെ പ്രിയ തിങ്കൾ ശൈഖുന ശംസുൽ ഉലമാ രാജരേ ശൈഖുന ശംസുൽ ഉലമാ രാജരേ നെഞ്ചിൽ പ്രഭ ചിന്തിടും ഏവരിലും ഒളിവേകി തിളങ്ങിടും മനസ്സിൽ തിളങ്ങി വിളങ്ങും മാലിക് നീതിയിൽ നന്മ പരത്തിയ അഭിവന്യ ഗുരുമല അറിവിന്റെ നിറമല അഹദിന്റെ പ്രിയ തിങ്കൾ ശൈഖുന ശംസുൽ ഉലമാ രാജരേ ശൈഖുന ശംസുൽ ഉലമാ രാജരേ ശൈഖുന ശംസുൽ ഉലമാ രാജരേ